So yes, ladies and gentlemen, രഞ്ജിത്ത് സിനിമ ആസിഫ് അലി നമിത പ്രമോദ് നമുക്ക് സ്റ്റെയർ ചെയ്യുന്ന നല്ല ഒരു സിനിമയാണ്. സൈക്കോളജിക്കൽ ത്രില്ലർ. ഏറെക്കാലത്തിന് ശേഷമാണ് നമിത പ്രമോദിനെ ആ സ്ക്രീനിലൊന്ന് കാണാൻ കിട്ടുന്നത്. ഏറെക്കാലം എന്ന് വെച്ചാൽ 2, 3, 4, 5 വർഷത്തോളമൊക്കെ ആയി എനിക്ക് തോന്നുന്നു. കാരണം പഴയൊരു സിനിമ, ഒരു ധ്യാൻ ശ്രീനിവാസനായിട്ട് അഭിനയിച്ച സിനിമയാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. നമിത പ്രമോദുമായിട്ട് അഭിനയിച്ച ഒരു സിനിമ. എനിവേ, സിനിമ എങ്ങനെയുണ്ട്? റിവ്യൂസൊക്കെ നിങ്ങൾ ഏകദേശം കണ്ട് കാണുമായിരിക്കും. കാരണം December 8 റിലീസായത്. ഇപ്പോൾ തന്നെ December 14 ആയല്ലോ, ഒരാഴ്ചത്തോളം ആയിട്ടുണ്ട്. സോ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ആൻഡ് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നല്ലൊരു സിനിമ, നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലിംഗ് സിനിമ തന്നെയാണ്. എനിക്ക് ഏറെക്കുറെ റിസംബ്ലൻസ് തോന്നിയത് നമ്മുടെ ടോളിവുഡിൽ ഇറങ്ങിയ മാവീരൻ എന്ന് പറയുന്ന സിനിമ. അതുമായിട്ട് എവിടേക്കോ ഒരു ഇത് ഫീൽ ചെയ്തു. ബട്ട് ആ ഒരു സിനിമ സ്റ്റോറിയുമായിട്ട് ആ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക്. ആൻഡ് ഞാൻ ട്രെയിലർ കാണാതെയാണ് സിനിമ കാണാൻ പോയത്. സോ എന്താ പറയുക, മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിൻ്റെ ആ ഒരു അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വരെ സംശയം ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് നോ, ടോട്ടലി ന്യൂ. ആൻഡ് എനിക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടത് സാജു ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറാണ്. ആളുടെ ട്രാൻസ്ഫോർമേഷൻ, ആൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ, ദേഷ്യം, എന്തോ എന്തെങ്കിലും ഒരു സീൻ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിരിക്കാൻ തോന്നും. ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് സൈഡ് എനിക്കൊരു ഒറ്റ കാര്യം മാത്രമേ പറയാൻ തോന്നിയുള്ളൂ. രഞ്ജിത്ത് പറയുന്ന ആ ഒരു ക്യാരക്ടർ സെക്കൻഡ് ഹാഫിന് ശേഷം കാണിച്ചു കൊടുക്കുന്ന ബാലിശമായ കാര്യങ്ങൾ. ആ ഒരു വീഡിയോവിൻ്റെ ഒരു കോപ്പി പോലും എടുക്കാതെ അത് എടുത്തുകൊണ്ട് നേരെ ACP അടുത്ത് ചെന്ന് കാണിച്ചു കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത് ചെന്ന് കാണിച്ചു കൊടുക്കാൻ നോക്കുക. അതൊക്കെ എന്തോ മനസ്സിൽ എപ്പോഴൊക്കെയോ ആ ഒരു ക്യാരക്ടറിനെ കുണിച്ചെടുത്ത് ഇടിക്കാൻ തോന്നി. ഇത്രയും മണ്ടത്തരങ്ങൾ എന്തിനാണ് ചെയ്തു കൂട്ടണമെന്നുള്ളത്. അതൊഴിച്ച് ബാക്കിയെല്ലാം ഐ വാസ് എൻജോയിങ് ഇറ്റ്. ക്ലൈമാക്സും പ്രോപ്പർ ഒരു എൻഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് അല്ല എന്നിരുന്നാലും സിനിമയ്ക്ക് പറ്റിയ ഒരു പ്രോപ്പർ എൻഡിങ് തന്നെയാണ് സിനിമ കൊടുത്തിരിക്കുന്നത്. എനിവേ, പടം ഉടനീളം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു മസ്റ്റ് വാച്ചർ ഒന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് തോന്നി. ആൻഡ് സത്യം പറയുകയാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ പടമാണ്. ഒരു സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി നമ്മുടെ മാവീരൻ അല്ലെങ്കിൽ മിന്നൽ മുരളിയെ പോലെ ഇതും കൂടി ആക്കായിരുന്നു ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിലുണ്ടായത്. എന്തുകൊണ്ട് ആ ഒരു സൈഡ് അവർ എക്സ്പ്ലോർ ചെയ്തില്ല എന്നൊരു നിരാശ തോന്നിപ്പോയി. എനിവേ, ചിലപ്പോൾ ഡയറക്ടർ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കാം, ആളുടെ മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സിനിമയെക്കുറിച്ചിട്ട്. 3 out of 5 stars ആണ് ഒട്ടുമിക്ക പേരും ഈ ഓൺലൈൻ മീഡിയാസെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് ഞാൻ അഗ്രി ചെയ്യുന്നു. 3.5 stars ഈസ് ഇനഫ് ഈ സിനിമയ്ക്ക്. ആൻഡ് എന്താ പറയുക, ഒരു ഡയറിങ് അറ്റംപ്റ്റ് തന്നെയാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലിങ്, അത് ഇതുപോലത്തെ ഒരു സിനിമ, കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പ്രവചിക്കാൻ അല്ലെങ്കിൽ ഒരു ഡേജാവു തോന്നുന്ന ഒരു നായകന് കൊള്ളാം. എനിവേ, hats off to the entire team ആ ഒരു എഫേർട്ട് എടുത്തതിന്. ആൻഡ് I'll be coming back with another movie review guys. So stay tuned and don't forget to enjoy your life.